കേരളത്തിൽ നിന്നുള്ള 18 UDF എംപിമാരും കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ മൗനം പാലിക്കുകയായിരുന്നുവെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ് ഇടുക്കിയിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ നേതൃസ്ഥാനത്തുണ്ടായിരുന്നു. നെല്ലിമറ്റത്ത് LDFന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു റോഷി അഗസ്റ്റിൻ. കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങളെയും ക്ഷേമപ്രവർത്തനങ്ങളെയും തടസ്സപ്പെടുത്തുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. ഇതിനെതിരെ കേരളത്തിൽ നിന്നുള്ള 18 UDF എംപിമാരും ഒന്നും ചെയ്തില്ലെന്ന് റോഷി അഗസ്റ്റിൻ ആരോപിച്ചു. ഇടുക്കിയിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്കായി നിരന്തരം പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നയാളാണ് LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ് എന്നും അദ്ദേഹം പറഞ്ഞു. നെല്ലിമറ്റത്ത് LDF പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച തിരഞ്ഞെടുപ്പ് പ്രചരണ സമ്മേളനം മന്ത്രി ഉദ്ഘാടനം ചെയ്തു. 18 എംപിമാർ UDFന്റെ പാർലമെന്റിൽ ഉണ്ടായിരുന്നിട്ടും ഈ സംസ്ഥാനത്തിന് അർഹമായത് നഷ്ടപ്പെട്ടപ്പോൾ ചോദിക്കാൻ അവർക്ക് നാകുപൊങ്ങിയോ? എന്നാൽ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഡൽഹിയിൽ പോയി പ്രതിഷേധം നടത്തിയില്ലേ? അതെങ്കിലും ഒന്ന് കാണാൻ മനസ്സുണ്ടാകണ്ടേ? രാഷ്ട്രീയമായി ഇടതുപക്ഷം ഭരിക്കുന്ന ഈ സംസ്ഥാനം എന്നുള്ളത് കൊണ്ട് ഇന്ത്യയിൽ അധിവസിക്കുന്ന ജനങ്ങളായ നമുക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ നിരാകരിച്ചപ്പോൾ അതിനെതിരെ ചൊല്ലുവാക്ക് പറയാൻ കഴിയാത്തവർ എന്തിനാണ് പാർലമെന്റിലേക്ക് പോകുന്നത്? അതുകൊണ്ട് ശക്തമായി വാദിക്കാൻ, ആവശ്യം ഉന്നയിക്കാൻ, സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ നമ്മളെ വിഷയങ്ങൾക്ക് ഇടം കൊടുക്കാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഇത് മാറണം. ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ ജോയ്സ് ജോർജ് ഒരു പുതുമക്കാരനല്ല. ജോയ്സ് മിടുമിടുക്കനായ ഒരു പാർലമെന്റേറിയനാണ്. ഇടുക്കി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ അരങ്ങേറിയ സമരമുഖം ഒരു കാലഘട്ടത്തിലെ ഏറ്റവും സുപ്രധാനപ്പെട്ടതായിരുന്നു. തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ജോയി അറമ്മൻകുടി അധ്യക്ഷത വഹിച്ചു. സിബി മാത്യു, A അൻഷാദ്, PT ബെന്നി, ടോമി ജോസഫ്, മനോജ് ഗോപി, TP തമ്പാൻ, ഷാജി പീച്ചക്കര, ജോയ് P മാത്യു, NC ചെറിയാൻ, TH നൌഷാദ്, ജിജോ പീച്ചാട്ട് എന്നിവർ പ്രസംഗിച്ചു. ഷിബു പടപ്പറമ്പത്ത് സ്വാഗതവും ഷാൻഡി കുര്യൻ കൃതജ്ഞതയും പറഞ്ഞു. സമ്മേളനത്തിന് മുമ്പ് റാലിയും ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.